ഹലോ, വെൽക്കം ടു സ്മിനസ് കേസ് മൈ ബ്ലോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും അല്ലേ. അപ്പം ഞാനിപ്പോൾ കടയിൽ നിന്നു ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പം ഞാനിത് തിന്നിട്ട് കുറേ നാളായി. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇത് വാങ്ങണമെന്ന്. ഹാഫ് kg വാങ്ങിയിട്ട് എത്രയെന്നറിയോ, 140 അല്ല 150 റുപ്പീസ് ആയതേ ഉള്ളൂ. ഫ്രീസ് ചെയ്തതായിരുന്നേ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ വെള്ളത്തിലിട്ടെ. അവിടെ കുക്കു കരയുന്നുണ്ട്. കവർ ഇത് പാത്രത്തിലേക്ക് ഇത് കണ്ടോ, ഞാൻ ഇത് പാത്രത്തിലേക്ക് ഇട്ടുണ്ടേ. 1 kg ഉണ്ട്. ഇത് കണ്ടോ, ലിവറൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ ഇതും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് മഞ്ഞളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വരാം. എൻ്റെ കുക്ക് കരയുന്ന സൗണ്ട് കേട്ടോ നിങ്ങൾ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് കേട്ടോ. അപ്പം എൻ്റെ കുക്ക് ഭയങ്കര കരച്ചിലാണ്. അവൾ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഓ തരാടി, എൻ്റെ കുഞ്ഞിന് തരാടി. കുഞ്ഞിൻ്റെ പാത്രം എവിടെ? കണ്ടോ, വോയിസ് വേറെയായി, ചേഞ്ച് ആയി സൗണ്ട്. ഓ ഇത് കണ്ടോ, ഇത് ഞാൻ സെപ്പറേറ്റ് ഉണ്ടല്ലോ കുക്കറിലിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അത് വെന്ത് കഴിയുമ്പോൾ ഇടുള്ളൂ, കാരണം അല്ലെങ്കിൽ വെന്ത് പോവില്ലേ. അതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഗസാഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ. ഞാനല്ലോ ഈ ചിക്കൻ്റെ ഈ പാർട്സ് ഈ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഗസ് നമുക്ക് ഒരു 3 വിസിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ലിവർ എടുത്തുള്ളൂ, കാരണം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി പിന്നെ ഇട്ടിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ. ഞാനുണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് ഇടുന്നുള്ളൂ, കാരണം ഞാൻ വേറൊരു മസാല ഇടുന്നു കേട്ടോ, റെഡിമെയ്ഡ്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. കുറച്ച് മതി, ഇത്ര മതി. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് തിരുമാം കേട്ടോ. കൈ കൊണ്ട് തന്നെ തിരുമാം. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഇതിനകത്ത് വെള്ളം ഇളകുവേ. നമുക്ക് മൂടി വെച്ചിട്ട് 3 വിസിൽ കൊടുക്കാം. ഞാൻ കുക്കർ അടച്ചു, വെയിലൊക്കെ വെച്ചിട്ട് 3 വിസിൽ വരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. 3 വിസിലേ കൊടുത്തുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ മസാല, ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇതിനൊരു സ്പെഷ്യൽ മസാല ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ കൂടിയിട്ട് നമുക്ക് ലിവർ കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേവി പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. അധികം ഐറ്റമൊന്നും ഇല്ല കേട്ടോ. ഞാൻ അത്ര സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ചിക്കൻ മസാല പേസ്റ്റാണ് കേട്ടോ. ചില്ലി ചിക്കൻ്റെ മസാല പേസ്റ്റാണ്. ബട്ട് ഇതിൽ നല്ലപോലെ ഇട്ട് ഇതിലിടുവാണ് നല്ല ടേസ്റ്റാണ്. എന്നാലും നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി ഇടണം, നമുക്ക് എരിവ് വേണ്ടവർക്ക്. ഇത് കണ്ടോ ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും പച്ചമുളകും കരിവേപ്പില കൂടെ ഒരുമിച്ചിടാം. ഞാൻ കുറച്ചുണ്ടല്ലോ ഇത് വേവിച്ചില്ലേ, അപ്പുറത്ത് രാക്ഷിയില്ല, നാളെ പപ്പിക്കുട്ടിക്ക് കൊണ്ടു കൊടുത്തു. ഞാൻ എന്നും ഉണ്ടാക്കിയാലും അവന് കൊണ്ടു കൊടുക്കും, ഇല്ലെങ്കിൽ മനസ്സ് വരില്ല. ഓൾറെഡി അവൻ ലിവറൊക്കെ കുട്ടി കഴിച്ചു. എന്നാലും ഞാനത് കുറച്ച് അധികം ഒന്നും മീൻസ് ഉള്ളി ഇടില്ല കേട്ടോ. ഉള്ളി ഒത്തിരി ഇട്ടാൽ കൊള്ളത്തില്ല, അതിൽ കടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഇടില്ല. ഇത് സാധാരണ നമ്മൾ വെക്കുന്നത് തന്നെ, എക്സ്ട്രാ ഒരു മസാല ഇടുന്നല്ലാതെ വേറെ ഒന്നുമില്ല. മല്ലിപ്പൊടി നല്ലപോലെ ഇളക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഓൾറെഡി വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല കേട്ടോ. മുളക് പൊടി ഇടാം കേട്ടോ. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിനൊക്കെ നല്ല എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. ഈ കളിഷാപ്പിലൊക്കെ കിട്ടുമ്പോഴേ നല്ല എരിവല്ലേ. ഓഹോ, അതിൻ്റെ മസാല നമുക്ക് ലാസ്റ്റ് ഇടാം, ഇപ്പോൾ വേണ്ട. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. ഇതുകൂടി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പാർട്സ് എടുത്തിടാം. ആദ്യം ലിവർ ഇടാം കേട്ടോ. ലിവറേ ഇട്ടുള്ളൂ, ഇതും കൂടി ഇടാം കേട്ടോ. ഇത് കുറച്ച് വെന്തതല്ലേ, നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് മൂടി വേവിക്കാം. ഞാൻ ഓൾറെഡി വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്, നോക്കിയിട്ട് ഉപ്പിടാവുള്ള. നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ലിവറിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, അങ്ങനെയും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് കണ്ടോ, ഞാൻ മൂടി വെച്ചിട്ടുണ്ടേ. പയ്യെ തിളച്ച് വരട്ടെ നല്ലപോലെ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ മൂടി എടുത്തു, പ്ലേറ്റ് എടുത്തു കേട്ടോ. ഇത് കണ്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ,
നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ നോക്കി എൻ്റെ സ്പെഷ്യൽ മസാലയില്ലേ, ഇത് നമുക്കിടാം. ഇത് ഗ്രീൻ ചില്ലി ഒക്കെ അരച്ച ചില്ലി ചിക്കൻ്റെ പോലത്തെ മസാലയില്ലേ, ആ മസാലയാണ്. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ഗ്രീൻ ചില്ലിയുടെ ഒക്കെ ഫ്ലേവർ. ഇത് കണ്ടോ, ഞാൻ മസാല ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എനിക്ക് കൊറിയൻഡർ ലീവ്സ് വാങ്ങാൻ ഞാൻ മറന്നുപോയി കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അതേ ഇടുള്ളായിരുന്നു. ഇത് കണ്ടോ, നമുക്കൊന്നും കൂടെ 5 മിനിറ്റ് മൂടി വിട്ട് വയ്ക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ പാർട്സ് നല്ലപോലെ വെന്തു. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, സ്റ്റവ് ഓഫ് ചെയ്യാവേ. അപ്പം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് കളർ കണ്ടോ, നല്ല ഓറഞ്ച് കളർ, നല്ല സ്മെല്ലാണേ നമ്മുടെ ആ സ്പെഷ്യൽ മസാല ഇട്ടുകൊണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ആഹാ, ഇനിയിപ്പം ഞാൻ ഉച്ചക്കത്തെ ചോറുണ്ണും, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇത് കഴിക്കാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിച്ച് വന്നാ ഞാൻ കേട്ടോ. സൂപ്പർ. അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാം ഇതുപോലെ വീഡിയോ ട്രൈ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടെ കൂടി നല്ലവണ്ണം ഒന്നുകൂടെ അരച്ചിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഈ മസാല ഇടാം. അതാണ് ചില്ലി ചിക്കൻ. അത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഈ ഞാൻ ഇതുപോലെ ഇട്ടാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും.